വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 18 മുതൽ 28 വരെ പുസ്തകങ്ങളൊക്കെ നോക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിന്റെ 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 1:18 മുതൽ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം തന്നെയാണ് അവനെ വെളിപ്പെടുത്തിയത്. യോഹന്നാൻ സ്നാപകനോട് നീ ആരാകുന്നു എന്ന് ചോദിക്കുവാൻ യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം ഞാൻ മെശിഹായല്ല എന്നായിരുന്നു. അത് അവൻ ഉറപ്പിച്ചേ പറഞ്ഞു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്കിൽ നീ ആരാണ്? നീ ഏലിയാവോ? അല്ലെന്നവൻ പറഞ്ഞു. പിന്നെ അവർ നീ വരുവാനുള്ള ആ പ്രവാചകനോ എന്ന് ചോദിച്ചു. അല്ലെന്ന് അവൻ പറഞ്ഞു. വീണ്ടും അവർ അവനോട് പിന്നെ നീ ആരാണ്? ഞങ്ങളെ അയച്ചവരോട് ഞങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. നിന്നെപ്പറ്റി നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. കർത്താവിന്റെ വഴികൾ നേരെയാക്കുവീനെന്ന് വിളിച്ചു പറയുന്ന ശബ്ദമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നവനാണ് ഞാൻ എന്ന് അവൻ പറഞ്ഞു. അയക്കപ്പെട്ടവർ പരീശന്മാരിൽ നിന്നുള്ളവരായിരുന്നു. അവർ അവനോട് നീ മെശിഹാ അല്ല, പ്രവാചകന് വല്ലതും പിന്നെ മാംസം നൽകുന്നുണ്ട് എന്ന് ചോദിച്ചു. യോഹന്നാൻ അവരോട് ഞാൻ വെള്ളം കൊണ്ടാണ് മാംസം നൽകുന്നത്, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞവൻ എനിക്ക് മുമ്പേ ഉള്ളവനാണ്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ മാംസം നൽകിയിരുന്ന സ്ഥലമായ യോർദാന്റെ അക്കരെ ബെഥാനിയയിൽ സംഭവിച്ചു. പെരുന്നാള് കഴിഞ്ഞ ഈ മാസത്തിലെ 6-ാം തീയതി കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ശേഷമുള്ള 1-ാം ഞായറാഴ്ചത്തെ ആരാധനയും കഴിഞ്ഞു. അന്ന് വായിക്കേണ്ട വേദഭാഗം ഇന്ന് വീണ്ടും വായിക്കുകയാണ്. അന്ന് സെപ്പാനോസ് സഹതായുടെ ഓർമ്മ പെരുന്നാൾ നടത്തിയതുകൊണ്ട് നമുക്ക് ഈ വേദഭാഗം വായിക്കാൻ അന്ന് സമയം കിട്ടിയില്ല. കുടിശ്ശിക തീർത്ത വേദഭാഗം വായിച്ചുകൊണ്ട് ഈ വേദഭാഗ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വയപരിശോധന ചെയ്യുകയാണ്. കർത്താവിൻ്റെ മാമോദിസ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ആരാണെന്നും ആരല്ലെന്നും തന്നെ വ്യക്തമായി സാക്ഷിച്ചു. മാമോദിസ പെരുന്നാൾ കഴിഞ്ഞ് നമുക്കും അങ്ങനെ നമ്മൾ ആരാണെന്നും ആരല്ലെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അതെ, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് തരേണ്ട ഉൾക്കാഴ്ചയാണ്. നമ്മൾ ആരല്ലെന്നും ആരാണെന്നുള്ള ഉറപ്പായ വിശ്വാസം ഉണ്ടെങ്കിലേ വേല ധരിച്ചിട്ട് സന്തോഷമാകാനൊക്കെ ഉള്ളൂ. ഇന്നിവിടെ വന്നിരിക്കുന്ന നമുക്ക് ആ ഒരു ഉൾക്കാഴ്ച കഴിഞ്ഞ് നിങ്ങൾ ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ആരാണോ? ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? എത്രത്തോളമായി? ദൈവം നോക്കിയിരിക്കുന്ന മക്കൾ ആരാണ്? അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? യേശാവും യാക്കോവും ഒക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആരോടാ പറഞ്ഞത്? ഇന്ന് വായിച്ചത് 2 പിള്ളേരിൻ്റെ അകത്തുണ്ടെന്ന്. ഇന്ന് വായിച്ച കേട്ട വേദഭാഗം ഏതാ? ഇന്ന് വായിച്ച വേദഭാഗത്തിനകത്ത് 24 ആരുടെ കാര്യമാണ് പറഞ്ഞത്? യെശാവിൻ്റെയും യാക്കോവിൻ്റെയും കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മ പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ തൻ്റെ ഉള്ളിൽ 2 ആൺപിള്ളേരാണെന്നും മൂത്തവൻ ഇളയവനെ സേവിക്കേണ്ടി വരുമെന്നും ഒക്കെയുള്ള കാര്യം നേരത്തെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവിനെ നമ്മൾ ആരാണെന്നും ആരല്ലെന്നും വെളിപ്പെടുത്താൻ കഴിവുണ്ട്. നമുക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർ, ജനിച്ചിരിക്കുന്ന പിള്ളേർ ആരാണെന്ന് അറിയണം. ഇപ്പോൾ ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുഞ്ഞ് ആരാണെന്നും ആരാകേണ്ടതാണെന്നും ഇപ്പോൾ ആരാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് നല്ലൊരു തുടക്കം ഇടാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളവയിൽ നമ്മുടെ പ്രാണക്കുട്ടികൾ ആരാണ്, എന്തിന് ദൈവം സൃഷ്ടിച്ചു, ദൈവം ഉദ്ദേശിച്ചിടത്തോളം നമ്മൾ ആയോ, ഇതെല്ലാം തിരിച്ചറിയാൻ കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിൽ സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധ റൂഹായെ അയച്ച് പരിശുദ്ധ റൂഹ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നിട്ട് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തി. നമ്മളെല്ലാവരും ഇതുപോലെ ദൈവത്തിൻ്റെ പ്രിയമക്കളാണെന്നുള്ള സാക്ഷ്യം പ്രാപിക്കേണ്ടവരാണ്. ആ സാക്ഷ്യം നമ്മുടെ ആത്മാവിനോട് ആദ്യം രഹസ്യമായിട്ട് പറയും, പിന്നെ പരസ്യമായി മറ്റുള്ളവരോടും കേൾക്കെ പറയും. ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പം പെരുന്നാൾ കഴിഞ്ഞുള്ള ദിവസങ്ങൾ നമ്മൾ ആരാണെന്നും ആരല്ലെന്നും തിരിച്ചറിഞ്ഞ് നമ്മുടെ വേല തയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ജ്വലിപ്പിക്കുന്ന അഭിഷേകത്തിൽ വേല തയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയമാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ അഭിഷേകം ജ്വലിപ്പിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ കുർബാന കഴിയുമ്പോൾ
നിങ്ങളോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ പറയാനുള്ള വിഷയം നിങ്ങളിൽ ഞാൻ ഇന്നയാളല്ല, 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 ഇന്നയാളാണ്. അങ്ങനെ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കപ്പെട്ടാൽ മാത്രമേ ഇടർച്ചയും പതർച്ചയും മാറുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ, ഞെരുക്കങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഇവയൊക്കെയും നമ്മൾ ആരാണെന്ന് അറിയാമെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ സഹിക്കാൻ അല്ലെ പിറുപിറുപ്പ് വരും. ഇസ്രായേൽക്കാർക്ക് അവരെ എന്തിനാണ് വിളിച്ചതെന്നും അവരാരാണെന്നും അവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും യോശുവായ്ക്കും കാലേബിനും മാത്രമേ പിടികിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് തിന്നണം, കുടിക്കണം, ആനന്ദിക്കണം, സന്തോഷിക്കണം, ഇതല്ലാതെ അവർക്ക് വലിയ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അവർ പിറുപിറുക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പാലും തേനും ദേശത്തോട്ട് പോകാനൊത്തില്ല. അവരെ കൊണ്ടു നടത്ത മോശയ്ക്ക് പോലും അതൊത്തില്ല, അഹരോനൊത്തില്ല, മിരിയാമിനൊത്തില്ല. അവരൊക്കെ മരുഭൂമിയിൽ തകർന്നുപോയി. ഈ ഗതികേട് നമുക്ക് വരല്ലേ? അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചാലും ദൈവവിളി ബോധവും ദൈവസ്നേഹബോധവും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ സ്തുതിക്കാൻ സാധിക്കും, ആരാധിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവവിളി ബോധവും ദൈവസ്നേഹബോധവും ഉണ്ടാകുമ്പോഴാണ് ഞാൻ ആരല്ലെന്നും ആരാണെന്നുള്ള ബോധ്യം വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നയാളാണെങ്കിൽ ആളിനെ ദൈവം ഏൽപ്പിച്ച പണി എന്താണ്, ആ പണി നടത്താൻ ഞാൻ എങ്ങനെ വളരണം, എങ്ങനെ ഞാൻ അതിനെ ഒരുങ്ങണം, ഇതൊക്കെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഞെരുക്കങ്ങൾക്കും നമുക്കുണ്ടാകുന്ന എല്ലാ സങ്കടങ്ങൾക്കും ഏകാന്തതയ്ക്ക് ഉപയോഗമുണ്ട്. യെശയ്യാ 51 പറഞ്ഞ് ഞാൻ ഏകനായി നിന്നെ വിളിച്ചു. അപ്പൊ ഏകനായി നമ്മൾ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ സമൂഹമായും ചെയ്യാനൊക്കെ പോകും. യേശു 30 കൊല്ലം ഒളിച്ചും പാത്തും ഒറ്റയ്ക്ക് നടന്നതിന് ശേഷം, ഒത്തിരി നാൾ ഒറ്റയ്ക്ക് നടന്നതിന് ശേഷമാണ് ആയിരക്കണക്കിന് വരുന്നതിൻ്റെ അടുത്ത് വന്ന് തൻ്റെ കൂടെ വേല ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനൊരു കാലം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാണെന്നും ആരല്ലെന്നും മനസ്സിലാകണം. എൻ്റെ ദൈവവിളി എന്താണ്, ആ ദൈവവിളി അനുസരിച്ച് യഥാസ്ഥാനത്ത് എത്തുന്നതിന് എനിക്ക് എന്തെല്ലാം രൂപാന്തരങ്ങൾ സംഭവിക്കണം. ഞാൻ ഇവിടെ ഈ ഒരു പുഴുവിനെ പോലെ ഇപ്പോൾ ഇഴയുക. പക്ഷേ പുഴുവിനെ പോലെ ഇഴയേണ്ട ആളല്ല. ഇത് കഴിഞ്ഞാൽ ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു വരേണ്ട ആളാണ്. അതിനു മുമ്പ് ഞാനൊരു കൂടിനകത്ത് ഒതുങ്ങിയിരിക്കേണ്ടതാണ്. ആ കൂടിനകത്ത് ഒതുങ്ങിയിരുന്നതിന് ശേഷം എനിക്ക് പുറത്തോട്ട് വെക്കാൻ ഒരു ചെറിയ ദ്വാരം ഉണ്ടാകും. ആ ദ്വാരത്തെ ഞെക്കി തുളച്ച് വെളിയിൽ ചെന്നാലേ ചിറകുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞെരുക്കത്തെ സ്വാഗതം ചെയ്യും. ഞെരുക്കമേ വേഗം വരാൻ പറയും. പറഞ്ഞോ? പറക്കാറായോ? ഇപ്പം എഴിഞ്ഞടക്കുന്ന പുഴുവായിരിക്കും, പക്ഷെ കുറേ കഴിയുമ്പോൾ കൊക്കൂണായിട്ട് മാറും. അത് കഴിഞ്ഞാൽ ഒരു എഴുതയുണ്ടാവും, അത് ഞെരുക്കമുള്ളതായിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ വെളിയിൽ ചാടാനുള്ള വെത്തപ്പാട് ചിറകുണ്ടാവും. ആ ചിറകുകൊണ്ടാണ് കർത്താവിൻ്റെ കല്യാണ മണ്ഡപത്തിലേക്ക് പറന്നു പോകുന്നത്. ഈ ഉൾക്കാഴ്ച ലഭിച്ചെങ്കിലേ എല്ലാത്തിനും നന്ദി പറയാനൊക്കെ ഉള്ളൂ, എല്ലാത്തിനും സ്തോത്രം പറയാനൊക്കെ ഉള്ളൂ, എല്ലാത്തിനും സന്തോഷിക്കാനെങ്കിലും എപ്പോഴും സന്തോഷിക്കാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് തങ്ങിപ്പോകും. പണിസ്ഥലത്ത് ജീവനുള്ള കല്ലാകുന്നതിന് പകരം കല്ല് കൊത്തുന്ന ആയുധമായി അധപ്പതിച്ച് അത് കഴിഞ്ഞാൽ തുരുമ്പ് പിടിച്ച് നഷ്ടപ്പെട്ടു പോകാനാ സാധ്യത. പണിയായുധങ്ങൾ പണി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗമില്ല. പണിയുന്ന സമയത്ത് മാത്രമേ ആയുധങ്ങൾക്ക് ഉപയോഗമുള്ളൂ. പണി കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയെങ്കിലും തുരുമ്പ് പിടിച്ച് പോവുകയുള്ളൂ. അതുകൊണ്ട് പണി തീരുന്നതിന് മുമ്പ് കർത്താവ് എനിക്ക് ജീവനുള്ള കല്ലാകണം, ഞാൻ ഏത് പാറയിൽ നിന്ന് വെട്ടിയെടുത്തു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയണം, നിന്നെ ഏത് പാതയിൽ നിന്ന് വെട്ടിയെടുത്തെന്നാൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കണം. നിന്നെ അവൻ ഏകനായി വിളിച്ചിരിക്കുന്നു. ആ ഏകമായി മാത്രം ഒറ്റയ്ക്ക് മാത്രം നടക്കേണ്ട ഒത്തിരി കാര്യമുണ്ട്, ഒറ്റയ്ക്ക് മാത്രം ചെയ്യേണ്ട ഒത്തിരി കാര്യം. ഇതൊക്കെ തിരിച്ചറിയാമെങ്കിൽ അതിനെല്ലാം നന്ദി പറഞ്ഞ് ഒറ്റയ്ക്ക് രഹസ്യമായ പണി പൂർത്തി കഴിഞ്ഞാൽ പരസ്യമായി നമ്മൾ പ്രയോജനപ്പെടുന്ന രംഗങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയാണ്. സമയത്തിന് മുമ്പ് വരാനോ ഷൈൻ ചെയ്യാനോ ശ്രമിച്ചാൽ നമ്മൾ പാഴായി പോകുന്നുള്ളൂ സത്യമാണ്. ഈ ബോധത്തോടുകൂടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഈ ബോധം ഉണ്ടാകാൻ വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ ദൈവവിളി ബോധമില്ലാത്ത നമ്മുടെ വാക്ക്, പ്രവൃത്തി, പ്രതികരണങ്ങൾ നമ്മളെ അസ്ഥാനത്തേക്ക് മാറ്റുകയാണ്, തള്ളപ്പെടുകയാണ്. മരുഭൂമിയിൽ പട്ടുപോകുന്ന അവസ്ഥയിൽ നമ്മൾ കുരുങ്ങിപ്പോവുകയാണ്. അതിൽ നിന്ന് എത്രയും വേഗം മടങ്ങി വന്ന് കർത്താവെ, ഞാൻ നിന്നെപ്പോലെ നിന്നോട് ചേരുന്ന നിന്റെ തലയോടി നുടലാകാൻ വിളിക്കപ്പെട്ടു. ഞാൻ എവിടെയെങ്കിലും വെറുതെ, ഞാൻ എവിടെയെങ്കിലും വേലയ്ക്ക് നിന്നെ സഹകരിക്കാതെ സന്ദേശപ്രകാരം പോയോ എങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ പാവത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. സ്തുതിയാതിന്റെ കണ്ണിൽ നിന്നൊന്നേക്കുണ്ടായിരിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, കർത്താവിൻ്റെ മാമോദിസ പെരുന്നാളിന് ശേഷമുള്ള ഈ കാലയളവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതും കർത്താവിനെ കുറിച്ചുള്ളതായ യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യങ്ങളുമെല്ലാം നമ്മൾ വീണ്ടും വിചിന്തനം ചെയ്യുകയാണ്. അത് നമ്മുടെ സ്വയപരിശോധനയ്ക്ക് വേണ്ടിയാണ്. ദിനഹായിക്ക് ശേഷമുള്ള ഒന്നാം ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിക്കേണ്ടിയിരുന്ന പ്രഭാതത്തിൽ വായിക്കേണ്ട വേദഭാഗം അന്ന് വായിക്കാഞ്ഞതുകൊണ്ട് നമ്മളിന്ന് അത് വായിച്ച് ആ ധ്യാനം ഒന്ന് പൂർത്തീകരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 28 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. പുസ്തകമുള്ളവർക്ക് നോക്കാം. എൻ്റെ ഇവിടെ എല്ലാം പുസ്തകം ഇരിപ്പുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് വാരി ഉറപ്പിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 28 ഭാഗത്ത് അപ്പോസ്തലനായ യോഹന്നാൻ സാക്ഷിക്കുന്ന കാര്യം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതന ദൈവം തന്നെയാണ് അവനെ വെളിപ്പെടുത്തിയത്. നമ്മൾ എത്ര നാളായി സഭയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്, വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങിയിട്ട്, നമുക്ക് ഈ ഏകജാതനായ ദൈവം ഈ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ടോ? ഈ പുത്രനിലൂടെ നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ടോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധ്യമല്ല, കണ്ടാൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് ദൈവം മറഞ്ഞിരിക്കുക. സീനായി മലയിൽ മോശ കയറി ചെന്നപ്പോഴേ ദൈവം സംസാരിക്കുന്ന ഒരു മറവിൽ കൂടിയാണ്, ഒരു അന്ധകാരത്തിൻ്റെ മറ വെച്ചിട്ട് ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മോശയ്ക്ക് വലിയ കൊതിയായിരുന്നു ദൈവത്തിൻ്റെ എന്ന് കണ്ടാൽ പിന്നെ നീ ജീവിച്ചിരിക്കുകയില്ല. അത്രയ്ക്ക് ഭയങ്കര പ്രകാശമാണ്. അത്രയ്ക്ക് സൂര്യനെ നോക്കിയാൽ കണ്ണ് മഞ്ഞിപ്പോകുന്ന പോലെ പ്രകാശവാനും സർവശക്തനുമായ ദൈവത്തെ നമുക്ക് കാണാനോ വഹിക്കുവാനോ അറിയുവാനോ ഉള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് ദൈവം മറ വെച്ചാണ് നമ്മുടെ അടുത്തോടെ ഇടപെടുന്നത്. എന്നാൽ മോശയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ മുഖം കാണണ്ട, പുറമൊന്ന് കണ്ടോളാൻ പറയും. ഇപ്പം മുഖത്താണ് ഏറ്റവും അധികം വോൾട്ടേജ് ഉള്ളത്. പുറത്ത് വോൾട്ടേജ് കുറവാണ്, പുറമൊന്ന് കണ്ടോണം. എന്നെ കാണിച്ചു തരുമ്പോൾ നീ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു പണി ചെയ്തേക്കാം. ഒരു പാറയുടെ അകത്ത് തന്നെ ഒളിപ്പിച്ചു വെക്കാം. ഒരു പാറയുടെ വിടവിനകത്ത് ഒളിപ്പിച്ച് വെച്ച് നിന്നെ മൂടി വെച്ചിട്ട് ഞാൻ അപ്പുറം കടന്ന് മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ നിന്ന് നോക്കിക്കോണം, പുറകെ കാണാമെന്ന് പറയും. ഇത്രയേ ഇപ്പം പറ്റുള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനെ പഴയ നിയമകാലത്തുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല, കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ഇടിവെട്ടുന്ന പോലെയുള്ള ശബ്ദമാണ് കേൾക്കണ്ടെന്നും പറഞ്ഞു. കാണാൻ നോക്കിയിട്ട് അതും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതെല്ലാം നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുകയായിരുന്നു. മോശയ്ക്ക് പുറമൊന്ന് കാണാനേ ഒത്തുള്ളൂ. ഇങ്ങനെയുള്ള ദൈവം ലോകത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ചത്. ആ യേശുവിലൂടെ പിതാവിനെ നമ്മൾ കണ്ടോ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം നോക്കിയാട്ടെ. പഴയ നിയമത്തിൽ പിതാവിനെ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല, മോശയ്ക്ക് പുറം മാത്രം കാണാൻ കഴിഞ്ഞു. എന്നാൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ച യേശു, ആ യേശുവിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം കൊലോസ്യ ലേഖനത്തിലൂടെ പൗലോസ് സാക്ഷിക്കുകയാണ്. കൊലോസ്യർ 1:15 എന്താ പറയുന്നത്? കണ്ടോ ആ വാക്യം കണ്ടോ? കൊലോസ്യർ 1:15 അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. അപ്പോൾ ആ പ്രതിമ കണ്ടാൽ മതി പിതാവിനെ കാണാൻ. പിതാവിനെ നേരിട്ട് കാണാൻ നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിട്ടാണ് യേശുവിൻ്റെ ശരീരം, യേശു ലോകത്തിൽ വന്നത്. അത് വചനമായ ദൈവം കന്യമറിയാവിൻ്റെ ഉദരത്തിൽ വരുന്നു, ചെവിയിൽ കൂടെ കയറി ഉദരത്തിലെത്തി. ആ ഉദരത്തിൽ 9 മാസം വളർന്ന് ബേത്ലഹേമിൽ പറന്ന് 30 കൊല്ലം ഒരുങ്ങി വളർന്നതിന് ശേഷം ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ദൈവത്തിന് ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകന് പിതാവിനെ കാണാൻ കഴിഞ്ഞു. ആ നദീതീരത്ത് നിന്ന് പലർക്കും അതറിഞ്ഞോ സാധിച്ചോ എന്ന് സംശയമാണ്. യോഹന്നാൻ തപ്പി നടക്കുകയായിരുന്നു. ഇവനാര എവിടെയാണ് ചോദിച്ചു. അപ്പോൾ യോഹന്നാൻ്റെ ആ തപ്പലിൽ തനിക്ക് ഉറപ്പ് വരാൻ വേണ്ടിയാണ് ഇവനെൻ്റെ പ്രിയപുത്രനല്ല ഞാൻ പ്രസാദിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങിയെന്ന് സാക്ഷ്യം പറയുന്നത്. നമുക്ക് യോഹന്നാനിൽ കൂടെ, യേശുവിലൂടെ, പ്രവാചകന്മാരിലൂടെ പിതാവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ആരാധന അതിനു വേണ്ടിയാണ്. ഈ വിശുദ്ധ കുർബാനയിലും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സംശയങ്ങളും തീർന്ന് പൂർണ്ണ വിശ്വാസത്തോടെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാൽ, വിശുദ്ധ കുർബാന പരസ്യമായി തുടങ്ങുമ്പോൾ നമ്മൾ യേശുവിൻ്റെ പരസ്യശുശ്രൂഷ കാണുക. ആ കാസായും ബേലാസായും എടുത്ത് ഇപ്പോൾ ഉയർത്തി സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടിരിക്കുക. സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കണ്ടപ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെയും കൂടെ കണ്ടു. പക്ഷെങ്കിൽ 11 ശിഷ്യർക്കേ അത് സാധിച്ചുള്ളൂ. മാതാവ് പൊതുതീരെ കണ്ടു സ്വർഗത്തെ അപ്പച്ചനെ. പുത്രനെ വളർത്തി 30-ാമത്തെ വയസ്സിൽ യോർദാനിലേക്ക് ഒരുക്കി വിട്ട് അങ്ങനെ ഏറ്റവും അധികം പുത്രനിൽ കൂടെ പിതാവിനെ കണ്ടത് മാതാവാണ്.
ആ മാതാവ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. മാതാവിന്റെ നാമത്തിൽ ഉപപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ മാതാവിനോട് ചോദിച്ചാൽ ഇതെങ്ങനെയാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ആ യേശു ക്രിസ്തുവിൽ പിതാവിനെ കണ്ടത്, ഞങ്ങളെ ഒന്നും ഇവിടെ കൊണ്ടൊന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ മാതാവ് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ പിതാവിനെ നമുക്ക് നേരിട്ട് കാണാൻ കഴിവില്ലാത്തതുകൊണ്ട് പുത്രനിലൂടെയും മാതാവിലൂടെയും വിശുദ്ധന്മാരിലൂടെയും കുർബാനയിലൂടെയും കാണുവാനുള്ള കൃപായുധ നീട്ടിക്കൊണ്ടേയിരിക്കണം. നമുക്കിന്ന് ആ പുത്രനിലൂടെ പിതാവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ വാക്യം, അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. കൊലോസ്യർ 1:15-15 16 വാക്യത്തിൽ എന്ത് പറയുന്നു? സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതിനകത്ത് നമ്മുടെ കാര്യമുണ്ടോ? ആ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അവിടെയും നമ്മുടെ കാര്യമുണ്ട്. ദൃശ്യമായതും അദൃശ്യമായതും, സുഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, സകലതും. അപ്പം നമ്മുടെ കാര്യം 3 പ്രാവശ്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വാക്കിലാണ് നമ്മുടെ കാര്യമുള്ളത്? സകലതും എന്ന് പറഞ്ഞതിനകത്തിന് ഭൂമിയിലുള്ളതെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും സകലം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷെ ഈ ബോധ്യം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം എനിക്ക് വേണ്ടിയാണ് നമ്മുടെ വിചാരം. അതിന് കാര്യം എന്നാ? അത് ബാലിശമായ ചിന്തയാണ്. ഒരു കൊച്ചിന്റെ വിചാരം അപ്പനും അമ്മയും ഈ വീടും എല്ലാം അതിൻ്റെതാണെന്നാണ്. എല്ലാം എൻ്റേതാണ്, എല്ലാം എൻ്റേതാണെന്ന് അതിൻ്റെ വിചാരം. അങ്ങനെ അതിന് വളരെ പറ്റുള്ളൂ. പക്ഷെങ്കിൽ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അറിയാം, എന്നേക്കാൾ മൂത്ത ഒരാളുണ്ട്, ചേട്ടൻ അല്ലെ പെങ്ങള്, അവർക്കൂടെ ഇവിടെ അവകാശമുണ്ട്. അപ്പൊ അവരുടെ കൂടെ കിട്ടിയതിന് ബാക്കി എനിക്ക് കിട്ടുള്ളൂ. എല്ലാം എൻ്റേതല്ല. എല്ലാം അപ്പൻ്റെ അമ്മയുടെ ആണെങ്കിൽ എല്ലാ മക്കളുടേതും കൂടെയാണ്. അപ്പോൾ ഒരനിയനോ വരുമ്പോൾ അവൻ്റേതും കൂടെയാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ വീതം വെക്കുമ്പോഴും 1 ഏക്കർ ഉണ്ടെങ്കിൽ 10 സെന്റോ അല്ലെങ്കിൽ 25 സെന്റോ കിട്ടും. ബാക്കിയെല്ലാം അവരുടേതാണെന്ന് പറഞ്ഞാൽ അതിൽ വെച്ച് മാറ്റുക. പക്ഷേ പിറന്നു വീഴുന്ന കൊച്ചിനെ ആ അമ്മയെക്കുറിച്ച് മാത്രമേ ബോധമുള്ളൂ. അമ്മയുടെ പാൽ അതിൻ്റേതാണ്, അത് വേണ്ടിയപ്പോഴെല്ലാം കരഞ്ഞ് വലിച്ചു കുടിക്കുക, അതങ്ങ് ജീവിക്കുക. ആ അവസ്ഥയിൽ നമ്മൾ ഇതുവരെയും വളർന്നിട്ടില്ല. നമ്മൾ സ്വയത്തെ കേന്ദ്രമാക്കി ജീവിക്കുന്നവരാണ്. സ്വയത്തെ കേന്ദ്രമാക്കി സ്വാർത്ഥതയോടെ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തെയോ ദൈവത്തിന്റെ പദ്ധതിയോ തിരിച്ചറിയാൻ കഴിയാതെ നമ്മൾ പ്രയാസപ്പെട്ട് ഞരങ്ങുകയാണ്. അത് ശൈശവാവസ്ഥയാണ്. അത് ബാലിശമായ അപക്വതയുള്ള ഒരവസ്ഥയാണ്. 6 ലക്ഷം കുടുംബങ്ങൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടെങ്കിലും അവരുടെ ബാലിശമായ സ്വഭാവത്തിൽ നിന്ന് അവർ വളരാഞ്ഞത് കൊണ്ടാണ്, അവരുടെ പെറുവിറുപ്പ് കൊണ്ടാണ്, അവരുടെ അസന്തുഷ്ടി കൊണ്ടാണ്, അവരുടെ പിന്മാറ്റം കൊണ്ടും അവരുടെ അവിശ്വാസം കൊണ്ടുമാണ് അവരെ മരുഭൂമിയിൽ 40 കൊല്ലത്തിനിടയിൽ ചത്തു വീണത്. യോശുവായ്ക്കും കാലേബിക്കും അറിയാമായിരുന്നു, പാലും തേനും ഇവിടെ ദേശത്തിലേക്ക് കണ്ട് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. പക്ഷെ അതിനും പോകേണ്ട ചില അശുദ്ധികളുണ്ട്. ആ അശുദ്ധി കളയാൻ വേണ്ടിയായി മരുഭൂമിയോടെ കൊണ്ടുവന്നു. ആ അശുദ്ധി കളയാൻ വേണ്ടി ഫറവോനെയും സൈന്യത്തെ മുക്കിക്കൊല്ലാനാണ് ചെങ്കടലിൽ കൂടെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞാൽ പിന്നെയും പുറകെ വരുന്ന അശുദ്ധികളുണ്ട്. ആ അശുദ്ധി കളയാൻ വേണ്ടിയാണ് മരുഭൂമിയിൽ ദൃശ്യവും അദൃശ്യവുമായ അശുദ്ധികളുണ്ട്. ഈ 6 ലക്ഷം പേർക്ക് കക്കൂസ് ഇല്ലായിരുന്നു. അതിന് പകരം വിശാലമായ മരുഭൂമിയിൽ ഓരോ പാരയായിട്ട് പോകോളാൻ പറയും. ഈ 6 ലക്ഷം പേർക്ക് അതിരാവിലെ എഴുന്നേറ്റ് ഒരു പാരയും പിടിച്ചോണ്ട് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് അവരങ്ങ് നടക്കും. അപ്പോൾ 6 ലക്ഷം പേർക്ക് നടന്ന് ഒറ്റയ്ക്ക് ആരും കാണാതിരിക്കാൻ പറ്റാത്ത അത്രത്തെ വിസ്തൃതമായ മരുഭൂമിയിൽ കൊണ്ടുപോയി എന്തിനാ? തമ്മിൽ കാണുകയും ചെയ്ത് നഗ്നത കാണരുത്, എന്നാൽ അവർക്ക് വെളിക്ക് ഇറങ്ങുകയും വേണം. എങ്ങനെയാണ് അവർ വെളിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്? ഈ 6 ലക്ഷം പേർക്ക് അവർ തന്നെ അവിടെ കക്കൂസ് ഉണ്ടാക്കണമായിരുന്നു. കാര കൊണ്ടൊരു കുഴി ഉണ്ടാക്കി അവിടെ ഇരുന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ കാര കൊണ്ട് തന്നെ മണ്ണ് മാന്തി മാറി. അങ്ങനെ ഓരോ ദിവസവും പുത്തൻ കക്കൂസിൽ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മരുഭൂമി കൂടെ പോയാലേ പറ്റുള്ളൂ. 6 ലക്ഷം കക്കൂസ് ഉണ്ടാക്കാൻ എന്തുമാത്രം സ്ഥലം വേണം? ഈ തമ്മിൽ കാണാതിരിക്കുമ്പോൾ എത്ര അകലം ഒരു ഇത് കാണും. അപ്പോൾ ആരും തമ്മിൽ കാണുന്നുമില്ല, മരുഭൂമിയിലാണ്. അങ്ങനെയാണ് ഈ 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ നടന്നത്. അത്രയ്ക്ക് വിസ്തൃതമായ മരുഭൂമി ദൈവം അവർക്ക് ഒരുക്കിയിരുന്നു. അതവിടെ ശുദ്ധീകരണത്തിനായിരുന്നു. നമുക്കിതുപോലെ ദൈവം മരുഭൂമിയുടെ അനുഭവങ്ങൾ തന്നെ നമ്മളെ ശുദ്ധീകരിക്കാൻ, ആരും കാണാതെ ആരെയും കാണിക്കാതെ നമ്മുടെ അശുദ്ധികൾ മറവ് ചെയ്യാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങളാണ് മരുഭൂമി. ആ മരുഭൂമിയിൽ ഏന്തോട്ടം പണിയാവുന്നതാണ് യെശയ്യാന്റെ പുസ്തകം 51 എഴുതിയിരിക്കുന്നത്. നമുക്ക് മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ നമ്മൾ വെറുതെ കാണും. ഞാൻ ഒറ്റയ്ക്ക് എല്ലാ പണിയും ചെയ്യണം, എന്നെ ആരും സഹായിക്കാനില്ല, ഇതെന്നെ ഇങ്ങനെ. അപ്പോൾ ഈ വചനം ഓർക്കണം. ഞാൻ നിന്നെ ഏകനായി വിളിച്ചു. ആരോട് പറഞ്ഞതാണ്? അബ്രഹാമിനോട് പറഞ്ഞതാണ്.
ഞാൻ നിന്നെ ഏകനായി നിന്നെ വെട്ടിയെടുത്ത കുഴിയിലേക്ക്, നിന്നെ കുഴിച്ചെടുത്ത പാറയിലേക്ക് നീ തിരിച്ചു നോക്ക്. അപ്പൊ നമുക്ക് ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ദൈവത്തോട് മാത്രം ഇടപെട്ട് രഹസ്യമായി കഴിയേണ്ട ഒത്തിരി കാലമുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുശേഷമേ സമൂഹമായി നമ്മളെ സഹായിക്കാനൊക്കെ ആൾ വരുള്ളൂ. അപ്പൊ ഈ മോശയും അഹറോനും മിരിയാമും ഒക്കെ അവര് ദൈവത്തിന്റെ വചനം വിട്ട് അടുത്തോടോ വലത്തോടോ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ മരുഭൂമിയിൽ അവർ നഷ്ടപ്പെടേണ്ടി വന്നു. അവർക്ക് അക്കരയ്ക്ക് കടക്കാനൊത്തില്ല. കണ്ടിട്ട് അനുഭവിക്കാനൊക്കാത്ത ഗതികേടിൽ അവരെല്ലാം തള്ളപ്പെട്ടു. ഈ ഗതികേട് നമുക്ക് വരല്ലേ? ഇത് നമുക്ക് മാതൃകയായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഇതൊക്കെ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? പഴയ നിയമത്തിലെ ആ പരാജയം നമുക്ക് ആവർത്തിക്കാൻ പാടില്ല, ആ വിജയം മാത്രമേ ആവർത്തിക്കാവൂ. കൊരിന്ത്യ ലേഖനത്തിൽ എത്രാമത്തെ അധ്യായത്തിലാണ് ഇത്? 10-ാം അധ്യായമാണോ? 1 കൊരിന്ത്യർ 10-ലാണോ? ഇതൊക്കെ നമുക്ക് ദൈവം ഈ പഴയ നിയമത്തിലെ കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് എന്തിനാണ്? പഴയ നിയമത്തിലെ പരാജയം നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. പഴയ നിയമത്തിലെ വിജയിച്ചവര് യോശുവയും കാലേബേ ഉള്ളൂ. ആ യോശുവയുടെയും കാലേബിന്റെയും വിജയം നമ്മുടേതാകണം. 6 ലക്ഷം പേര് പരാജയപ്പെട്ടെടുത്ത് ഇവർ 2 പേര് മാത്രം ജയിച്ചു. നമ്മളാ ജയിച്ചവരുടെ കൂട്ടത്തിലാകണം. നമുക്ക് തന്നെ ജയിക്കാനൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് പൗലോസ് തോറ്റിട്ട് ജയിച്ചിട്ട് നമ്മളോട് പറയാണ് യേശുക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ജയം. 1 കൊരിന്ത്യർ 15-ന്റെ 1 കൊരിന്ത്യർ 10 എത്രയാ വാക്യം? ഇത് നമുക്ക് സാക്ഷ്യത്തിനായി വെച്ചിരിക്കുന്നു. 6-ാം വാക്യം 1 കൊരിന്ത്യർ 10-6 എന്ന് പറയുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു. എന്തൊക്കെയാ ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നത്? അത് എത്രാം വാക്യമാ? 6-ാം വാക്യം പറഞ്ഞാട്ട്. ജനം തിന്നുവാനും കുടിക്കുവാനും എഴുന്നേറ്റു. പിന്നെ വിഗ്രഹാരാധികളാകരുത്. 23,000 പേര് മരിച്ചു. പരസംഗത്തിന് പോകരുത്. കർത്താവിനെ പരീക്ഷിക്കരുത്. പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായി ഭവിച്ചു. അത് എത്ര വാക്യമാണ്? അപ്പൊ 1 കൊരിന്ത്യർ 10-11 വാക്യങ്ങൾ പഴയ നിയമത്തിലെ സംഭവങ്ങൾ മുഴുവനും ആവർത്തിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ജയത്തിന്റെ കാര്യം മാത്രമേ ആവർത്തിക്കാവൂ, പരാജയം ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ആ ഒരു വിചാരത്തോടുകൂടി പഴയ നിയമത്തിലെ പല വചനങ്ങൾ ഈ കർത്താവിന് ജനപ്പെരുന്നാളിനും മാമോദിസ പെരുന്നാളിന് ശേഷം സ്വയപരിശോധനയ്ക്കായിട്ട് പിതാക്കന്മാർ തന്നിട്ടുണ്ട്. ഇന്ന് വായിച്ചതായ പഴയ നിയമത്തിലെ ഒരു വേദഭാഗത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. നമുക്ക് എന്തുകൊണ്ട് പരാജയങ്ങളെ വിജയമാക്കാൻ കഴിയുന്നില്ല? നമുക്ക് എന്തുകൊണ്ട് അഭിഷേകത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷിക്കാൻ കഴിയുന്നില്ല? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ എല്ലാ കാര്യം കാണാനും കേൾക്കാനും സന്തോഷിക്കുവാനും ദൈവത്തോട് സഹകരിക്കുവാനും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ കാര്യം അറിയുന്നതിന് വേണ്ടി ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു സംഭവം ഒന്ന് വായിക്കാനുണ്ടായിരുന്നു. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അല്ലേ? 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ കർത്താവിന്റെ മാമോദിസ പെരുന്നാളിന് ശേഷമുള്ള 1-ാം ഞായറാഴ്ച വായിക്കേണ്ട വേദഭാഗം നമ്മൾ അന്ന് വായിക്കാഞ്ഞുകൊണ്ട് ഇന്ന് വായിച്ചാൽ കുറിച്ച് തീർക്കുകയാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച കാര്യം എന്താണ്? എലീശായിക്ക് നയമാന്റെ കുറ്റം മാറ്റാൻ സാധിച്ചതെന്തുകൊണ്ട്? ഏലിയാവിന്റെ ഇരട്ടി ആത്മാവുള്ള ആളായിരുന്നു ആര്? അപ്പൊ നയമാന്റെ കുഷ്ഠം മാറ്റാൻ വേണ്ടി എഴുത്തുമായി രാജാവിന്റെ അടുത്തേക്ക് രാജാവ് ഭ്രമിച്ചു പോവുകയാണ്. ഇത് യുദ്ധത്തിനുള്ളൊരു കാര്യം ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നു. ഈ കാര്യം എലീശായത് അറിഞ്ഞിട്ട് അവനെ ഇങ്ങോട്ട് വിട്, ഇവിടെ ഒരു പ്രവാചനം എന്നുള്ള കാര്യം വെളിപ്പെടാനാണിത് എന്ന് പറഞ്ഞ് അവനെ അവിടേക്ക് വരുത്തിക്കഴിഞ്ഞ് നയമാന്റെ കുഷ്ഠം മാറ്റാൻ യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങിയാൽ മതിയായിരുന്നു. അത് അവൻ ആദ്യം ബോധ്യമായില്ലെങ്കിലും തൻ്റെ കൂടെയുള്ളവർ പറഞ്ഞത് യജമാനൊന്ന് നോക്കെ, ഈ ഒരു കൊച്ചുകാരിയല്ലേ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, അങ്ങ് ചെയ്തു കൊടുക്കും. അവർ പറഞ്ഞത് കേട്ട് മുങ്ങിക്കഴിഞ്ഞപ്പോൾ 7-ാമത്തെ പ്രാവശ്യം ശുദ്ധനായി ശിശുതുല്യമായ ശിശുക്കളെ പോലെയുള്ള ശരീരം കിട്ടിയെന്നാണ് പറയുന്നത്. നമുക്ക്
ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവ് കിട്ടുന്നത് പോലെ നമ്മുടെ പൂർവീയ പിതാക്കന്മാർ കിട്ടിയതിനേക്കാൾ ഇരട്ടി ശക്തി കിട്ടിയെങ്കിൽ ഈ അന്ത്യകാലത്ത് നമ്മുടെ വേല തയ്ക്കാൻ പോകും. ഏലിയാവ് ഉടലോടെ സ്വർഗത്തിൽ പോയി. ഉടലോടെ സ്വർഗത്തിൽ പോയ തൻ്റെ കുപ്പായം, തൻ്റെ പുറംകുപ്പായം എലീശായ്ക്ക് കൊടുത്തു. അതിലൂടെ ഇരട്ടി ശക്തി കിട്ടിയെന്നാണ് പറയും. അപ്പോൾ ഈ 20 നൂറ്റാണ്ട് കാലം ജീവിച്ച വിശുദ്ധന്മാരുടെ ആ പുറംകുപ്പായം നമ്മൾ വാങ്ങിച്ചാണെങ്കിലേ, ആ ആവാസവും ആ അഭിഷേകം ഉണ്ടെങ്കിലേ അന്ത്യകാലത്തെ വേല തയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏലിയാവിൻ്റെ പിൻഗാമിയായി വന്ന എലീശായ്ക്ക് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി താൻ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് തെളിയിച്ച് യഹോവയുടെ നാമം മഹത്വപ്പെടുത്താൻ സാധിച്ചു. യഹോവയുടെ നാമത്തിൽ അവനൊരു സത്യ ആരാധകനായി മാറുകയും ചെയ്തു. അവൻ അതുവരെ ഉണ്ടായിരുന്ന വിഗ്രഹാരാധനയോട് യാത്ര പറഞ്ഞു. ഇനി സത്യദൈവത്തെ മാത്രമേ ഇനി ആരാധിക്കൂ എന്ന് പറഞ്ഞു. അവൻ്റെ വീടും അവൻ്റെ സ്ഥലവും എല്ലാം അന്യദേവനെ ആരാധിച്ച് അശുദ്ധമായി പോയ സ്ഥലമാണെന്ന് അവൻ സമ്മതിച്ചു. ഇനി മേലെ ആ സത്യദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് സത്യദൈവത്തെ ആരാധിച്ച വിശുദ്ധമായി തീർന്ന സ്ഥലത്ത് ആ എലീശായുടെ ആ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന വെച്ച് മണ്ണും കൊണ്ടാകുമായി. കഴുതപ്പുറത്ത് ആ മണ്ണ് കൊണ്ടുപോയി അശുദ്ധമായിരുന്ന തൻ്റെ സ്ഥലത്ത് വിരിച്ച് ഒരു പ്രാർത്ഥനാമുറി ഉണ്ടാക്കി അവിടെ സത്യദൈവത്തെ ആരാധിച്ചു. കിട്ടിയതായ സൗഖ്യം നിലനിർത്തി ആ ദൈവത്തെ വാഴ്ത്തി മഹത്വപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ സത്യദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന് സൗഖ്യം പ്രാപിച്ചാൽ ആ ഒരു സത്യദൈവത്തെ ആരാധിക്കുന്നവരായി മാറേണ്ടതാണ്. ഇപ്പം ഇന്ത്യയിൽ കോടിക്കണക്കിന് പേര് ഈ സത്യദൈവത്തെ കാണാതെ കിടന്ന് അന്യദൈവനെ ആരാധിച്ചു കഴിയുന്നു. നമ്മളെ അടുത്ത് വരുന്നവർ അവരുടെ രോഗസൗഖ്യത്തിലൂടെയും അവരുടെ സ്വാതന്ത്ര്യത്തിലൂടെ അവർക്ക് കിട്ടുന്ന ആശ്വാസത്തിലൂടെയും അവർ സത്യദൈവത്തെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സത്യദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം അവിടെ വീടുകളിലുണ്ടാകും. അവരിലൂടെ അനേക ദൈവത്ത് വരാനുണ്ട്. ഇപ്പം ഇന്ത്യയിലെ കോടിക്കണക്കിന് പേർ യേശു ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവുണ്ടായിരുന്ന എലീശയെ പോലെ നമ്മൾ അഭിഷേകം ജ്വലിച്ച് കവിഞ്ഞൊഴുകുന്നവരായാൽ മാത്രമേ പ്രവചന നൽവരം ജ്വലിപ്പിച്ച് നമുക്ക് ഈ വേല ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമകാലത്ത് ഞാൻ കുറേ പ്രവാചകന്മാർ മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തെ സ്നാനമേറ്റവർ മുഴുവൻ പ്രവാചകരാണ്. പ്രവാചക നല്ലവരുള്ളവരായിട്ടാണ് നമ്മൾ മാംസമായിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ജ്വലിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. യേശുവിൻ്റെ സഹോദരവർഗത്തിലേക്ക് വീണ്ടും ജനിച്ചവരെല്ലാം പ്രവചന നല്ലവരമുള്ളവരാണെന്ന് വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ ഒരു ദൂതനെ കണ്ട് സ്വർഗത്തിലെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ദൂതൻ അത്രയ്ക്ക് സുന്ദരനായിരുന്നു, അത്രയ്ക്ക് തേജസ്സുള്ള ആളായിരുന്നു, ദൈവത്തിൻ്റെ മർമ്മങ്ങളാണ് സംസാരിച്ചത്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും ഈ ദൂതനെ ഒന്ന് ആരാധിക്കണമെന്ന് തോന്നിപ്പോയി. യോഹന്നാന് പോലും അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നതാ, ദൂതനെ കണ്ടപ്പോൾ ഒന്ന് അപ്പോൾ പറയാം, അതരുത് പാടില്ല. ഞാൻ നിങ്ങളുടെ ഒരു ദാസനാ, നിങ്ങൾ ദൈവത്തിൻ്റെ മകൻ്റെ സഹോദരവർഗത്തിൽപ്പെട്ടവരാ, ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്ന ഒരാളെന്നുള്ളൂ. അങ്ങനെ ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ആരെയാ? സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഞാൻ ആ ദൈവത്തിൻ്റെ ദൂതൻ മാത്രമാണ്. അപ്പം ദൂതൻ ഇത്രയും സൗന്ദര്യമാണെങ്കിൽ കർത്താവിൻ്റെ സൗന്ദര്യം എത്രയായിരിക്കും? അത് കാണാൻ നമ്മൾ വളർന്നിട്ടില്ല. അതുകൊണ്ട് ഈ ദൂതന്റെ സൗന്ദര്യം കാണുമ്പോൾ അവിടെ നിന്ന് മയങ്ങിപ്പോകരുത്. അപ്പം നമ്മൾ വിചാരിക്കണം ഈ ദൂതനെ വിട്ട ദൈവം തമ്പുരാൻ എന്തുമാത്രം മഹത്വം കാണും, അവനെ നമ്മൾ ആരാധിക്കണം എന്നുള്ള കാര്യം പറയുന്ന കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രവചന നൽവരമുള്ള സഹോദരവർഗത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ എന്നവിടെ സാക്ഷിക്കുന്നുണ്ട്. എത്രാം വാക്യത്തിലാണ്? 19:10 വെളിപ്പാട് 19:11 വായിച്ചാണ്ട്, ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള സഹോദരന്മാർക്കും സഹവർത്തിയനത്ര ദൈവത്തെ നമസ്കരിക്കും. അത് ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കണം. അപ്പൊ നമ്മള് പ്രവചന നൽവരമുള്ള സഹോദരവർഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർ ദൈവത്തിന്റെ മക്കളായി ദത്തെടുക്കപ്പെടുകയാണ്. അതെവിടെയാ? യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12 അനുസരിച്ച് നമ്മൾ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ നാമത്തിലുള്ള വിശ്വാസം കൊണ്ട് വചനപ്രകാരമുള്ള ജീവിതം കൊണ്ട് നമ്മൾ സ്വർഗത്തിലെ പിതാവിന്റെ ഏകപുത്രനായ ആ യേശു ക്രിസ്തുവിന്റെ സഹോദര വർഗത്തിലേക്ക് പ്രവാചക ഗണമായി നമ്മൾ വിളിക്കപ്പെട്ടു. അപ്പൊ എല്ലാവരും പ്രവാചകന്മാരാണ്. എല്ലാവരും പ്രവാചകരായി കർത്താവിന്റെ സഹോദരരായി വീണ്ടും ജനത്തിന്റെ അനുഭവത്തിൽ വിളിക്കപ്പെട്ടു എന്നുള്ള വലിയ പദവി എത്ര വലിയൊരു പദവിയാണ്. പക്ഷെ നമ്മൾ ആ പദവി
ശരിക്ക് പ്രയോഗിക്കുന്നുണ്ടോ, എന്തുകൊണ്ട് പ്രയോഗിക്കുന്നില്ല, ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് പുതിയ നിയമകാലത്ത് സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവം എന്നതിൽ നമ്മളുടെ അഭിഷേകം ജ്വലിപ്പിച്ചിട്ട് മാത്രം നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാവരും അതുല്യരുമാണ്, ഒരുപോലെയുള്ള രണ്ടുപേരില്ല സഭയിൽ. അപ്പം നമ്മൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മാത്രം ദൈവം ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുമുണ്ട്. മറ്റുള്ളവർക്ക് മാത്രം ചെയ്യാൻ അവരെ ഏൽപ്പിച്ച പണിയുണ്ട്. അതുകൊണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട വേല ചെയ്യാതെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. സഭയാകുന്ന ശരീരത്തിൽ ഞാൻ ആരാണ് ആരല്ലെന്നുള്ള കാര്യം തിരിച്ചറിയണം. ഇന്നത്തെ വേദഭാഗത്തിനകത്തുള്ളതാണ്. യോഹന്നാൻ സ്നാപകനെ കണ്ടപ്പോൾ ഇവൻ മെശിഹ ആണെന്ന് തോന്നിപ്പോയി. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗവും പെരുമാറ്റവും കണ്ടപ്പോൾ ഇവൻ വരാനുള്ള മെശിഹ ഇവൻ തന്നെയാണോ? ഇനി അവരെ അറിയാൻ വേണ്ടി ആളയച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആരല്ല, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ പിന്നെ അന്നാ പിന്നെ ഏലിയാവാണോ? ഏലിയാവല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല, ഞാനൊരു ശബ്ദം മാത്രമാണ്. ഏത് ശബ്ദം? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു ശബ്ദം. അപ്പൊ ആ സ്ത്രീയുടെ ജനതകളിലേക്ക് മഹാനായ പ്രവാചകനായിരുന്ന യോഹന്നാൻ ഞാനൊരു ശബ്ദം മാത്രമാണ്, അവനെ കുറിച്ച് ശബ്ദിക്കേണ്ട ഒരു ശബ്ദം മാത്രം. എനിക്കതറിയാമായിരുന്നു. ഈ ബോധം നമ്മൾ ആരാണെന്നും ആരല്ലെന്നുള്ള ബോധം നമുക്ക് വേണം. പലർക്കും നമ്മളേക്ക് സംശയം തോന്നാം. നമ്മൾ അറിയിക്കുന്നതിനൊക്കെ വലിയ സ്ഥാനത്തിൽ ആദരിച്ചെന്നും ബഹുമാനിച്ചെന്നും ഒക്കെ ഇരിക്കും. പക്ഷെ നമ്മൾ പറയേണ്ട അത് വേണ്ട ദൈവത്തിന് കൊടുക്കാം. നമ്മൾ കിട്ടിയ പോക്കറ്റിലോട്ട് നടക്കുകയുള്ളൂ. ഈ ദൂതന്റെ വിശ്വസ്തത കണ്ടോ? ആ ദൂതനെ ആരാധിച്ചപ്പോൾ അയ്യോ ഇത് എനിക്കുള്ളതല്ല, അതായത് ദൈവത്തിനുള്ളത് കൊടുത്തേക്ക് എന്ന് പറയും. അങ്ങനെ നമ്മൾ അർഹതയില്ലാത്ത ബഹുമാനവും ആദരവും എവിടുന്നെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നു. ആരെങ്കിലും നമ്മളെ ആദരിക്കാൻ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? അപ്പൊ അത് ഏത് ആത്മാവാണ്? ആ ആത്മാവിനോട് യാത്ര പറഞ്ഞെങ്കിലേ നമുക്ക് സത്യത്തിൽ ദൈവത്തിന്റെ പ്രവാചകരായി ഞാൻ ദൈവത്തിന്റെ ശബ്ദം പ്രകടിപ്പിക്കേണ്ട ആളാണ്. ദൈവം പറയുന്നത് ശബ്ദിക്കേണ്ട ആളാണ്. ഞാൻ സ്വയമായിട്ടൊന്നും പറയാനുള്ള ആളല്ല. നമുക്ക് സ്വയമായിട്ടൊന്നും പറയാൻ അനുവാദമില്ല. നമ്മൾ സ്വയമായിട്ട് വല്ലതും പറഞ്ഞാൽ ആരുടെ നാവായിട്ട് മാറും? പിശാചിന്റെ നാവായിട്ട് മാറും. പിന്നെ ദൈവം സംസാരിക്കുമോ? അതുമില്ല. അപ്പൊ ദൈവം നമ്മളോട് സംസാരിക്കാത്തതിന്റെ കാര്യം എന്നാ? നമ്മുടെ നാവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? പിശാചിന് കൊടുത്തിട്ടുണ്ട്. ആ പരിഭവം ആ കേസും തീർക്കണം. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു ഞാൻ ഒരു ശബ്ദം മാത്രമാണ്. എത്രാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇന്നത്തെ വേദഭാഗം ഏതാ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 18 മുതൽ 28 വരെയായിരുന്നു വായിച്ചത്. 21-ാം വാക്യത്തിൽ നിന്നെപ്പറ്റി നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ 23-ാം വാക്യം കർത്താവിന്റെ വഴികൾ നേരെയാക്കുവരെന്ന് വിളിച്ചു പറയുന്ന ശബ്ദമാണെന്നോ? അതൊരു ശബ്ദമാണ്. ആ ഒരു ബോധം നമുക്കുണ്ടോ? നമ്മൾ എന്താണെന്നും എത്രത്തോളം ആണെന്നും ഇത്രത്തോളം ഉള്ളെന്നും പറയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഭാവിക്കേണ്ടതിന് ഇതേ ഭാവിച്ച് ഉയരരുതെന്നൊരു വചനമുണ്ട്. അതെവിടെയാ? റോമാലേഖനം 12-ലുണ്ട്. ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ ഭാവിക്കേണ്ടതിന് ഇതേ ഭാവിച്ചു വരാൻ നമ്മൾ സഭയാകുന്ന ശരീരത്തിന്റെ ഏത് അവയവമാണെന്നുള്ള ബോധം നമുക്ക് വേണം. അഭിഷേകം ജ്വലിച്ചാൽ മാത്രമേ ഇതൊക്കെ തിരിച്ചറിവുണ്ടാവുള്ളൂ. സ്ത്രീകൾ ജനതകളിലേക്ക് മഹാനായ ആ യോഹന്നാൻ സ്നാപകൻ എല്ലാ പ്രവാചകന്മാരുടെയും വചനങ്ങൾ പഠിച്ച ശേഷം 30 കൊല്ലം തൈരും തേനും കൊണ്ട് വിജയിച്ച്, അല്ലെങ്കിൽ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ജീവിച്ച് അങ്ങനെ മരുഭൂമിയിൽ 30 കൊല്ലം പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചതിന് ശേഷം തനിക്ക് കിട്ടിയ ബോധ്യമാണ് അവനോ വളരണം ഞാനോ കുറയണം. ഞാനൊരു ശബ്ദം മാത്രമാണ്. ഞാൻ അവനെക്കുറിച്ച് ശബ്ദിക്കേണ്ട ഒരു ശബ്ദം മാത്രമാണ്. എനിക്ക് അത്ര സ്ഥാനമേ ഉള്ളൂ. ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ഞാൻ അവന് വഴിമാറി കൊടുക്കുക. അതുകൊണ്ട് അവൻ വഴിമുടക്കിയായില്ല. ഞാനാണ് വഴിവെട്ടിയത്. എല്ലാവരും എന്നെ ആദരിച്ചോണം, എല്ലാവരും എന്നെ കണ്ടേച്ചേ പോകാവൂ, എല്ലാവരും എന്നെ ആദരിക്കണമെന്ന് പറഞ്ഞോ? നീ അവൻ്റെ ഇതാ ലോകത്തിന്റെ ഭാഗത്ത് വയ്ക്കുന്ന കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ യേശുവിന്റെ പുറകെ. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചത് ആ ശബ്ദം കേട്ടിട്ട്. ഏത് ശബ്ദം? ഇതാ ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്ന കുഞ്ഞാട്. അവന്റെ പൊക്കോ ഞാൻ നിങ്ങളെ വളർത്തി പരിശീലിപ്പിച്ചത് അവന്റെ അടുത്തേക്ക് വിടാൻ വേണ്ടിയാ. ഈ ഒരു കാഴ്ച നോക്കണ്ട. അപ്പൊ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിട്ട്
ദൈവത്തിനും ദൈവത്തിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും ഒന്നാം സ്ഥാനം കൊടുത്ത് അവനെ ആരാധിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ആരാധന പിടിച്ചു പറ്റിയിട്ടുണ്ടോ? പൊതുവേദികളിൽ വെളിപ്പെടുമ്പോൾ പലരും നമ്മളെയാ കാണുന്നു. കുർബാന സമയത്ത് അച്ഛനെയും കപ്പിയാരെയും ശുശ്രൂഷക്കാരെയാ കാണുന്നത്. അവർക്ക് കുപ്പായൊക്കെ ഇടിഞ്ഞ് മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യുക. പക്ഷേ ഞങ്ങളെ ആരാധിക്കരുത് എന്നാ പരോക്ഷമായി ഞങ്ങൾ പറയുന്നു. അച്ഛനെ കണ്ട് നിങ്ങൾ അച്ഛനെ ആരാധിക്കരുത്, പിന്നെ അതിനാ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദൈവത്തെ ആരാധിക്കുക. അപ്പൊ ദൈവം നിങ്ങളൊക്കെ അനുഗ്രഹം തരാൻ വരുമെന്ന് പറയുന്ന സമയത്ത് മാത്രമേ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന്, അല്ലാതെ എല്ലാം ആരാധിച്ചുകൊണ്ട് നിൽക്കുക. ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. നമ്മള് ദൈവത്തിനും മനുഷ്യർക്ക് ഇടയിൽ നിൽക്കേണ്ടി വരും. നിൽക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മൾ പ്രതിഫലിച്ചെന്നിരിക്കും. അപ്പൊ നമ്മുടെ ചുമതല ഇത് എന്റേതല്ല, ഇത് ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് ശ്രദ്ധയെ തിരിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ മഹത്വമാർക്ക് കൊടുക്കുകയില്ല എന്നൊരു വചനമുണ്ട്. അതെവിടെയാ? ആ ദൈവത്തിന്റെ മഹത്വം നമ്മൾ അപഹരിച്ച് നമ്മുടെ ഓഹരിലിട്ടാൽ അത് ഭയങ്കര പാപമാണ്, അത് ഭയങ്കര ശിക്ഷയുള്ള, അത് പിശാചിന്റെ സ്വഭാവമാണ്. ദൈവത്തിന്റെ മഹത്വം അപഹരിച്ചെടുത്തിട്ട് ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് മാലാഖ പിശാചായി പോയത്. അപ്പോൾ നമ്മൾ ആരാധനയിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയും സഭാജീവിതത്തിൽ കൂടെയും പിശാചാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പിശാചുക്കളുടെ ഇടയിൽ നമ്മളെ ഇട്ടിരിക്കുന്നത്. പിശാചുക്കളുടെ ദുഷ്ടത കണ്ടിട്ട് എനിക്ക് പിശാചാകണ്ട, എനിക്ക് ദൈവത്തിന്റെ മഹത്വം കണ്ട് അവനെ ആരാധിക്കണം, അവൻ എനിക്ക് തരുന്നത് മാത്രം മതി, എനിക്കൊന്നും സ്വന്തമായിട്ട് വേണ്ട എന്ന് പറഞ്ഞത് നമ്മൾ അങ്ങനെ നിൽക്കണമെന്നാണ് യോഹന്നാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശബ്ദം പറഞ്ഞ കാര്യം നമ്മൾ ശരിക്കും അംഗീകരിച്ചിട്ടുണ്ടോ? ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ആരാണെന്നും ആരല്ലെന്നും മനസ്സിലാക്കിയിട്ട് നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്ത് ഭംഗിയായി കർത്താവിനോട് ചെയ്ത് പ്രതിഫലം വാങ്ങിച്ച് തലയോട് ചേരുന്ന ഉടലാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവി ചേരുന്ന റോമർ 12 എത്രാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? 4-ാം വാക്യം വായിച്ചിട്ട്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു ചേരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണം. അപ്പൊ നമ്മുടെ ഭാവങ്ങൾ സുബോധത്തോടുകൂടിയാണ്. നമ്മുടെ ബോധം നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഏതാണെന്നും ഏതല്ലെന്നും മനസ്സിലാകാതെ നമ്മൾ ഭാവിച്ചാൽ അത് ദൈവപദ്ധതിക്ക് എതിരായി മാറും. അത് ദൈവത്തിന്റെ കോപത്തിനിടയാകുമെന്നാണ് പറയുന്നത്. അതിനുശേഷം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് സഭയാകുന്ന ശരീരത്തിന്റെ ഒരു അവയവമാണ് നമ്മൾ. എത്രാം വാക്യത്തില? ആ വാക്യം കൂടെ വായിച്ചാൽ, ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പണി ഒന്നല്ല, പലരായ നാം. ആ വാക്യമൊന്നും നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കൊന്ന് പറഞ്ഞു തന്നാട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് ആഴമായ അടിമനസ് വരെ പോകേണ്ട ഒരു ബോധ്യമാണ്. നമ്മൾ ആരാണെന്നും ആരല്ലെന്നും. നമ്മൾ തലയല്ല, തലയുടെ കീഴിലുള്ള കൊച്ചു തല. നമ്മുടെ തല എന്ന് പറയുന്നത് യേശുവിന്റെ കീഴിലുള്ള ഒരു തലയാണ്. ആ തല പറയുന്നത് കേൾക്കാനില്ലാതെ നമ്മുടെ തല അവന്റെ മുകളിൽ കയറാനോ അവനെ ധിക്കരിക്കാനോ ഉള്ളതല്ല എന്നുള്ള പറഞ്ഞിരിക്കും. ആ വാക്യം ഒന്ന് പറഞ്ഞാട്ടെ. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. അപ്പൊ അവയവങ്ങൾക്ക് തമ്മിൽ മത്സരം ഉണ്ടായാൽ എങ്ങനെ ഇരിക്കും? ആ ശരീരം ജീവിക്കുമോ? കൈയും കാലും കണ്ണും മൂക്കും എല്ലാം ഈ തല പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കാനൊക്കുന്നത്. പക്ഷെ പിശാച് കയറിയാൽ നമ്മുടെ കൈ കൊണ്ട് നെഞ്ചത്തട്ടി അടിക്കായി, നെഞ്ചലിട്ട് ഇടിക്കാൻ ചിലപ്പോൾ കൈ ഉപയോഗിക്കും, ഇല്ലേ? ഈ കൈ കൊണ്ട് മറ്റേ കൈ മുറിക്കാൻ ചിലപ്പോൾ പ്രയോഗിക്കും. ആത്മഹത്യ ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? ബ്ലേഡ് എടുത്ത് ഞരമ്പ് മുറിക്കുക. അത് വിദേശത്തുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കൈയും കോർത്ത് പിടിച്ച് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ വിരലുകൾക്കിടയിൽ ഒരു വിട വിട്ടിരിക്കുന്നതിനാണെന്നറിയാമോ? മറ്റേ വിരലും കൂടെ കയറി വന്നിരിക്കാനാണ്. മറ്റേ മനസ്സിലായോ? നമ്മുടെ 5 വിരലുകളുടെ ഇടയിലെല്ലാം മറ്റേ വിരലും കൂടെ കയറി കോർത്ത് പിടിക്കുമ്പോൾ ഇതൊരു പാത്രമായിട്ട് മാറും. നിങ്ങൾ നോക്കി, ഈ വിരലുകളെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഒരു നല്ല പാത്രത്തിന് പണി ചെയ്യും. വെള്ളം കോരി നിറയ്ക്കാൻ സാധിക്കും, ചോർന്നു പോവുകയില്ല. അതുപോലെ ഈ 10 വിരലുകൾ ഒന്നിച്ച് ചേർത്ത് പിടിക്കാമെങ്കിൽ നമുക്കൊരു ചിരട്ടയുടെ പോലെ വെള്ളം കൊണ്ടുപോകാൻ നടക്കും, സാധിക്കും. പറഞ്ഞതിൻ്റെ അടുത്ത് നേരെ മറിച്ച് 2-2 അതിനകത്ത് വല്ല നിൽക്കുമോ? വെള്ളം നിൽക്കുമോ? ഇല്ല. അപ്പം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പര പൂർവ്വങ്ങളാകാൻ വേണ്ടിയാണ്. ഈ ബോധം നമുക്ക് വേണം. ഇപ്പോൾ ധ്യാനമന്ദിരമായാലും സഭയായാലും ഓഫീസായാലും എവിടെ ആയാലും നമ്മൾ വേറെ ആരോടോ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് നമുക്കൊരു പരിപാടി, ഒറ്റയ്ക്ക് നമുക്ക് വളരാൻ നോക്കും. പക്ഷെ വേല ചെയ്യുമ്പോൾ മറ്റു അവയവങ്ങളുമായി സഹകരിച്ചാണ് ചെയ്യുന്നത്.
അപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ദൈവം കാര്യം ചെയ്യിക്കുന്നത്, എന്നെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യിക്കുന്നു എന്ന് പരസ്പര പൂരകങ്ങളായി ഞാൻ എന്തെല്ലാണ്, ഞാൻ എന്താണ്, ഞാൻ ഇന്ന ചെയ്താൽ മറ്റുള്ളവർ മറ്റേത് ചെയ്യും. ഈ ഒരു ടീം സ്പിരിറ്റിൽ നമുക്ക് വേല ചെയ്യാൻ സാധിക്കണമെങ്കിൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ അന്വർത്ഥമാകണം. ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചപ്പോൾ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ കാണുന്നവർക്കെല്ലാം യേശുവിനെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ യേശുവിനെ കാണാനും കാണിച്ചു കൊടുക്കാനും അങ്ങനെ യേശു നമ്മളെ ഏൽപ്പിച്ച പണികൾ പൂർത്തീകരിക്കാനും കർത്താവ് ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് അനേകം ദൈവവശത്ത് കൊണ്ടുവരാനുമാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. അപ്പൊ എലീശ ഏലിയാവിൽ നിരട്ടി ആത്മാവിനെ പ്രാപിച്ചപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി ആ ദേശക്കാർക്ക് മുഴുവൻ മനസ്സിലായി യഹോവയാണ് വലിയ ദൈവം. അതുവരെ അന്യദേവനെ ആരാധിച്ചുകൊണ്ടിരുന്ന രാജാവിനും മനസ്സിലായി യഹോവയാണ് യഥാർത്ഥമായ ദൈവം. എങ്കിലും അവന്റെ ദേവനെ ആരാധിക്കാൻ പോകുമ്പോൾ കൂടെ പോകുന്ന ഈ നയമാൻ പറയും, ഞാൻ ഈ ദേവനെ ആരാധിക്കുന്നില്ല, പക്ഷെ അങ്ങ് ആരാധിക്കുകയാണെങ്കിൽ എനിക്കതിന് വിരോധമൊന്നുമില്ല, പക്ഷെ എനിക്കതിനകത്ത് കൂട്ടില്ല, പക്ഷേ ഞാൻ ഡ്യൂട്ടി കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് തല കുനിക്കുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ എൻ്റെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നത് യഹോവയാണെന്ന് രാജാവിനോട് പറഞ്ഞു, ദൈവസന്നിധിയിലും പറഞ്ഞു. മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് ഈ നയമാൻ തൻ്റെ യജമാനായ രാജാവിൻ്റെ കൂടെ വിഗ്രഹാരാധനയ്ക്ക് പോയത്. നമ്മൾ ചിലപ്പോൾ ഈ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ അന്യദേവനെ ആരാധിക്കുന്നവരോട് പലരും പോകേണ്ടി വരും, ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ മുൻകൂർ ജാമ്യം എടുത്തോണം. ഏതാ സത്യവിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിന്റെ സൈഡിൽ മുൻകൂർത്തി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങി പോകും, ദൈവം ഞാൻ യാത്ര ചെയ്യുന്ന വണ്ടി ഓടിക്കുന്നയാൾ അന്യദേവനെ ആരാധിക്കുന്നയാളായി ഞാൻ കുറേ ഇരിക്കേണ്ടി വരും. അന്യദേവനെ ആരാധിക്കുന്നവർ വെച്ചിരിക്കുന്ന സാധനം ഞാൻ മീൻ വാങ്ങിക്കുമ്പോൾ മീൻ ഇതൊക്കെ അന്യദേവന് കൊടുത്തതാണെങ്കിൽ അതിന്റെ അശുദ്ധി അവിടെ കാണും. നമ്മൾ ഏത് സാധനം വാങ്ങിയാലും ഏത് കടയിൽ കയറിയാലും അവർ ഈ സാധനമൊക്കെ ആരെയൊക്കെ പൂജിച്ച് അന്യദേവനെ ആരാധിച്ച് ചെലവഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് വേണം പോകാൻ. ഞാൻ ഈ ലോകത്തിൽ പിശാചിനെ ആരാധിക്കുന്ന ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പോകുമ്പോൾ ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്നും പള്ളിയിൽ നിന്നും ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇനി ഇറങ്ങുന്നത് അന്യദേവനെ ആരാധിക്കുന്ന ലോകത്തിലാണ്. അനേക ദേവന്മാരെയും ദേവിമാരെ ആരാധിക്കുന്ന ലോകത്തിൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ അവരോട് യാത്ര ചെയ്യേണ്ടി വരും, അവരുണ്ടാക്കി തരുന്ന ആഹാരം കഴിക്കേണ്ടി വരും, അവർ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിക്കേണ്ടി വരും, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ നീ പിണങ്ങല്ല് കർത്താവേ, ഞാനതെല്ലാം നിന്നെ വിട്ടിട്ടല്ല, ഈ ലോകത്തിൽ നീ എന്നെ ഏൽപ്പിച്ച പണി ചെയ്യുന്നതിനിടയിൽ ഞാൻ അവരെ നേടാൻ വേണ്ടി അവരോട് കൂടുന്നേ ഉള്ളൂ, നീ എന്നെ കൈവിടില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് നയമാന്റെ കുഷ്ഠം ഗേഹസിക്ക് വന്ന സാഹചര്യത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. ആ എലീശ ഈ നയമാൻ കൊണ്ടുവന്ന സമ്മാനമൊന്നും വാങ്ങിച്ചില്ല. എന്താ കാര്യം? പ്രാർത്ഥിച്ചപ്പോൾ അത് ആത്മാക്കളെ ആരാധിച്ച് അവരിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങളാണ് ഇത് മുഴുവനും. അതിനെല്ലാം അശുദ്ധമാണ്. ദൈവത്തെ ആരാധിക്കുന്ന എലീശായ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് അവനെ അശുദ്ധമാക്കുന്നുണ്ട്, അത് വാങ്ങിക്കണ്ട എന്ന് പറയും. പക്ഷെ അത് നയമാന് ഗേഹസിക്ക് ഇത് മനസ്സിലായോ? ഗേഹസിക്ക് ആ മർമ്മം മനസ്സിലാകാതെ രഹസ്യമായി കൂടെ പുറകെ പോയി അത് വാങ്ങിച്ചപ്പോൾ ആ കുഷ്ഠം ഇങ്ങോട്ട് കയറിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ രംഗത്ത് ഇങ്ങനെയുള്ള അപകടമുണ്ട്. നമുക്ക് കിട്ടുന്ന മാനങ്ങളും സമ്മാനങ്ങളും കാണിക്കകളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ശുദ്ധീകരിച്ച് എടുക്കാവൂ എന്നുള്ള കാര്യം പറഞ്ഞതിൻ്റെതാണ്. അതുകൊണ്ടാണ് ഇവിടെ കിട്ടുന്ന കാണിക്ക ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് അതിന് നല്ലൊരു പങ്ക് അനാഥർക്ക് ആഹാരം കഴിക്കാൻ കൊടുക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഇവിടെ കൊണ്ടുവരുന്ന സംഭാവനകൾ, ഇവിടെ കിട്ടുന്ന സ്തോത്രകാഴ്ചകൾ ഇവയെല്ലാം പരിശുദ്ധമാകണമെന്നില്ല. അതിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ വെച്ചിരിക്കുകയാണ്. ആ പെണ്ണാൻ കുരിശിന്റെ ചോട്ടി വെച്ചിരിക്കുക, ഈ പെണ്ണാൻ ഈ കുരിശിന്റെ ചോട്ടി വെച്ചിരിക്കുന്നു. എന്തിവിടെ ഇട്ടാലും അത് കർത്താവിനാണ്. അതിൻ്റെ കൂടെയുള്ള അശുദ്ധാത്മാക്കൾക്ക് പകരം കൊടുത്ത് അതിനെ മാറ്റിക്കോണേ. അത് അനാഥർക്കും വിധവമാർക്കും വേണ്ടി അത് തിരിച്ചുവിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞുള്ള ആ ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യപ്രകാരം കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാനും കിട്ടിയ കൃപകൾ നിലനിൽക്കാനും അത് നഷ്ടപ്പെട്ടു പോകാനും അനാഥരോട് കരുണ കാണിക്കുന്ന നിന്റെ വചനപ്രകാരം ഞങ്ങളിതാ ഇന്നവർക്ക് ഇന്നത് ചെയ്ത് കൊടുക്കുന്നു, ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം പുതുക്കി നിർത്തിയില്ല എങ്കിൽ മറ്റുള്ളവരുടെ അശുദ്ധികളും രോഗങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരം വരുത്തുവാൻ ഏലീശായുടെ മനോഭാവം നമുക്ക് വേണം. ഏലിയാവിൻ്റെയും എലീശായുടെയും മനോഭാവത്തിൽ നിന്നാലേ യേശു വരുമ്പോൾ എടുക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഏലീശായ്ക്ക് ഏലിയാവിന്റെ ഇരട്ടി ആത്മാവ് കിട്ടാൻ എന്താ കാരണം? ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിനും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ഏലീശായുടെ മനോഭാവം ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിനെ കിട്ടാൻ സാധിച്ചത് 2 രാജാക്കന്മാർ 2:1-18 ഭാഗത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏലിയാവിന്റെ ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള സമയമായപ്പോൾ ഓരോ സ്റ്റേഷനിൽ മാറി മാറി താൻ പോവുകയാണ്. തന്റെ പിൻഗാമിയായിരിക്കുന്ന എലീശായോട് പറഞ്ഞു, ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ ബേഥേലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. നീ വേണം ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അവിടെ നിന്നിരുന്നെങ്കിൽ ഏലീശായ്ക്ക് ഇരട്ടി ആത്മാവ് കിട്ടുമായിരുന്നോ? അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ നമുക്ക് അനേക കടമ്പകൾ കടന്നാലേ ആത്മാനിറവ് കിട്ടൂ. വരുന്ന ബന്ധുക്കോസിക്ക് വേണ്ടിയുള്ള ഒരുക്കുക. വരുന്ന ബന്ധുക്കോസി ഈ തീ കൊണ്ടുള്ളതായ സ്നാനം, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം 100% കിട്ടി ഏലീശായെ പോലെ ആകണമെങ്കിൽ, ഏലീശായെ പോലെ അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആ ഏലീശായുടെ മനോഭാവം നമുക്ക് വേണം. എന്തൊക്കെയാ? ഏലിയാവ് പറഞ്ഞു, ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്ക് പോകുമ്പോൾ നീ ഇവിടെ നിന്നോ, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിടുകയില്ലാന്ന്. ഞാൻ വാക്കിന്ന് വായിക്കാവോ? 2 രാജാക്കന്മാർ 2:1-18 ഭാഗത്ത് ഈ ഏലീശായ്ക്ക് ഇരട്ടി ആത്മാവ് കിട്ടി, അഭിഷേകം കിട്ടിയതിന്റെ രഹസ്യം എത്രാം വാക്യ? 2-ാം വാക്യത്തിൽ എന്നാ പറയുന്നു? നീ ഇവിടെ താമസിച്ചു, ബേഥേലിലേക്ക് അയച്ചിരിക്കുന്നു പറഞ്ഞു. വേണമെങ്കിൽ ഏലീശായ്ക്ക് അവിടെ യാത്ര പറയാമായിരുന്നു. അപ്പൊ അതനുസരിക്കാൻ പറഞ്ഞൊരു കാര്യമാണോ അതോ പരീക്ഷിക്കാൻ പറഞ്ഞ കാര്യമാണോ? അങ്ങനെയുണ്ട്. പരീക്ഷിക്കാൻ പറയുന്ന കൽപ്പനകളുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കൂടി ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാനാണോ? എന്റെ അച്ചായോ ഞാൻ പോവുകയല്ലേ, ഞാൻ അച്ചായന്റെ കൂടെ തന്നെ കാട്ടി. അത് പറയാൻ വേണ്ടിയാ, മനസ്സിലായി? അത് കേട്ടത് അതിന് ഇറങ്ങി അങ്ങ് പോകാനാണോ? അല്ല. അപ്പൊ നമ്മളിതിനെ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാകണം. ദൈവാത്മാവ് എലിയാവിൽ കൂടെ ഞാൻ ബേഥേലിലേക്ക് പോകാം, നീ ഇവിടെ താമസിച്ചോ? വേണേ താമസിച്ചു, വേണേ വരാം. അവൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ദൈവം തമ്പുരാൻ നമ്മുടെ ഈ ശുശ്രൂഷയ്ക്കിടയിൽ ഇവിടെ താമസിച്ചു, അതും കൊണ്ട് നടന്നു, ഇതും കൊണ്ടിരുന്നു എന്നൊക്കെ പറയും. എനിക്ക് അതൊന്നും വേണ്ട, നിന്നെ മാത്രം എനിക്ക് വേണ്ടിയെന്ന് പറയണം. അപ്പൊ നമ്മളെ പല സ്ഥലങ്ങളിലും പല വസ്തുക്കളിലും പല കാര്യങ്ങളിലും കൊടുക്കാൻ ദൈവം തന്നെ നമ്മളെ ആ സമയത്തിൽ വിശ്വാസം പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എലീശ ബേഥേലിൽ പോയോ? ഗിൽഗാലിൽ നിന്ന് വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിടുകയില്ല എന്ന് പറഞ്ഞ് ഗിൽഗാലിൽ താമസിച്ചോളാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെ ബേഥേലിലെ അത് അനുസരണക്കേടാണോ? അത് ദൈവസ്നേഹമാണ് കാണിച്ചത്. അപ്പൊ ദൈവസ്നേഹത്തിൽ ചിലത് നിരസിക്കേണ്ടി വരും, ചില കൽപ്പനകൾ നിരസിക്കേണ്ടി വരും. അതെന്തിനാ? അങ്ങനെ ദൈവകൽപ്പനയെ ആദരിക്കാൻ വേണ്ടി വേറെ ചില കൽപ്പനകൾ മറികടക്കേണ്ടി വരും. അതങ്ങനെ ഒരു വചനമുണ്ട്. അതെവിടെയാണെന്നറിയാവോ? സുബുതി കർമ്മണികൾ രാജാവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ മക്കളെ ആമ്പിള്ളേരെ കൊല്ലാതെ സൂക്ഷിച്ചത്. അത് എത്രാം വാക്യത്തിലാ? പുറപ്പാട് പുസ്തകത്തിലുള്ള രാജാവിന്റെ കൽപ്പന എന്നാ? ആമ്പിള്ളേരെ മുഴുവൻ കൊന്നേക്കണം. പക്ഷെ അവര് ദൈവത്തെ പേടിച്ചു. അയ്യോ, ഇത് ദൈവമക്കളാണ്, ആ പിള്ളേരെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അത് എത്രാം വാക്യമാ? പുറപ്പാട് പുസ്തകത്തിൽ. അങ്ങനെ നമ്മൾ ധിക്കരിക്കേണ്ട കൽപ്പനകളുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചില കൽപ്പനകളെ നമ്മൾ ധിക്കരിക്കേണ്ടി വരും. അതിൽ ദൈവപ്രസാദം കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രാം വാക്യത്തില്ല? പുറപ്പാട് പുസ്തകത്തിലെ അവിടുത്തെ പിള്ളേരെ എല്ലാം കൊല്ലുന്ന കാര്യത്തിൽ സൂതി കർമ്മണികൾ ഫറവോനോട് എബ്രായ സ്ത്രീകൾ മിസ്രയീം സ്ത്രീകൾക്കൊപ്പം അല്ല, അവർ നല്ല ചെറിയുറപ്പുള്ളവരാണ്. സൂതി കർമ്മണികൾ അവരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചു കഴിയും. അതിനുശേഷം ഇങ്ങനൊരു വചനം കൂടെ ഉണ്ട്. അവര് ദൈവത്തിന് ഭയപ്പെട്ട്, അതുകൊണ്ട് ദൈവം ആ സൂതി കർമ്മണികൾക്ക് നന്മ ചെയ്തു, ജനം വർദ്ധിച്ചു, പ്രബലരായി തീർന്നു. അപ്പൊ ദൈവം നമുക്ക് നന്മ ചെയ്ത് ഈ 2.5% ക്രിസ്ത്യാനികൾ 75% മാറണം. 2.5% ക്രിസ്ത്യാനികൾ ഇന്ത്യയിലെ 75% വർദ്ധിപ്പിക്കണമെങ്കിൽ, ദൈവം നമുക്ക് നന്മ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവിനെതിരായി നമ്മൾ ചിലപ്പോൾ ആരാധിക്കേണ്ടി വരും. പള്ളിയിൽ ആരാധന പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോകും. സൂതി എത്രാം വാക്യ? 21-ാം വാക്യം. പുറപ്പാട് 2:21. സൂതി കർമ്മണികൾ ദൈവത്തെ ദൈവം അവരെ ഭവനങ്ങൾ നൽകി, അനുഗ്രഹം കൊടുത്തു, നന്മ ചെയ്തു. ഇതുപോലെ
പ്രതികൂല സാഹചര്യത്തിൽ ഗവൺമെന്റ് ഓർഡറോ അതുപോലെയുള്ള പലരുടെയും കൽപ്പനകൾ ദൈവത്തിനെതിരാണെങ്കിൽ നമ്മളതിനെ ധിക്കരിച്ചുകൊണ്ട് രക്തസാക്ഷികളായി എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വേല ചെയ്താലേ നമുക്ക് ഈ വേല കർത്താവിന്റെ കല്യാണത്തിന് പോകേണ്ടവരെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ എലീശായുടെ ആ മനോഭാവം, നീ ഇവിടെ താമസിച്ചോ, ഞാൻ അങ്ങോട്ട് പോവാ, അല്ലെ ഞാൻ വിടുകയല്ല, ഞാൻ നിന്റെ ഇവിടെ വരും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാ പോയത്? ആ ബേഥേലിൽ ചെന്ന് വെച്ചോ ഞാൻ എറിഹോയ്ക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ അങ്ങോട്ടും പോയി. യോർദാന്റെ ഇക്കരെ വന്നപ്പോൾ ഞാൻ അക്കരയ്ക്ക് പോവാന്ന് പറഞ്ഞു, അക്കരയും പോയി. അങ്ങനെ ചുഴലിക്കാറ്റിൽ ഈ ഏലിയാവ് എടുക്കപ്പെടുന്നത് വരെ കണ്ണു പറിക്കാതെ നോക്കിക്കൊണ്ട് അങ്ങനെ ഒരു വാക്യമുണ്ട്, ഇടപെടാതെ അവന്റെ മുഖം അന്വേഷിപ്പീൻ അവന്റെ ശക്തിയത്തെ. അത് 105-ാമത്തെ സങ്കീർത്തനം ഒരു വാക്യമുണ്ട്. അപ്പം അനുഗ്രഹം വേണമെങ്കിൽ, അഭിഷേകം വേണമെങ്കിൽ ഇടപെടാതെ അവന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് അവന്റെ പുറകെ തന്നെ കണ്ണ് അടയ്ക്കാതെ നോക്കി നടന്നാൽ മാത്രമേ ആത്മാവിൽ നിറയാൻ അഭിഷേകം ജ്വലിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതെവിടെ എഴുതിയിരിക്കുന്നത്? 105-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അപ്പൊ അവന്റെ മുഖം ഇടപെടാതെ അന്വേഷിച്ച് എനിക്ക് എന്റെ കർത്താവല്ലാതെ ഒന്നും വേണ്ട, എന്നാ കിട്ടിയാലും ഞാൻ അവന്റെ മുമ്പിൽ കൊണ്ടുവച്ചേക്കും, എനിക്ക് നീ മാത്രം മതി എന്ന് പറയണം. എവിടെയെങ്കിലും നിന്നു പോയാൽ അവിടെ കിടക്കും. അപ്പൊ കർത്താവിന്റെ കല്യാണത്തിന് പോകാൻ സാധിക്കണമെങ്കിൽ എലീശായുടെ ആത്മാവ് വേണം, എലീശായുടെ സ്വഭാവം വേണം. ഇടയ്ക്ക് പലയിടത്തും തങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് 73-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അപ്പോഴേ നമ്മുടെ കൈക്ക് പിടിച്ച് കർത്താവ് മഹത്വത്തിലേക്ക് ആനയിക്കുള്ളൂ. അത് എത്രാം വാക്യമാണ്? 71-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ കരം പിടിച്ച് മഹത്വത്തിലേക്ക് ആനയിച്ചാലേ മഹത്വമുള്ളവനായ ദൈവത്തിന്റെ ജീവിത പങ്കാളിയായി തീരാൻ സാധിക്കുള്ളൂ. 71-ാം സങ്കീർത്തനത്തിന് എത്രാം വാക്യത്തില്ല? 21-ൽ എന്നാ പറയുന്നു? നീ എന്റെ വലകൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നതാ ഗ്രഹിക്കുള്ളൂ. ഈ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ എലീശായെ പോലെ ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിൽ വേല തികച്ചിട്ട് കർത്താവിന്റെ സ്വന്തം ജീവനുള്ള കല്ലാകണമെങ്കിൽ, ജീവനുള്ള ദൈവത്തിനോട് ചേരുന്ന ജീവനുള്ള കല്ലാകണമെങ്കിൽ ആ കല്ലിനെ കൊത്താൻ അനേകർ കാണും, മുറിക്കാൻ അനേകർ കാണും, ചെത്താൻ അനേകർ കാണും. അവർക്ക് ആർക്കും കല്ലാകാനും കഴിയില്ല. അവരവിടെ പണി കഴിഞ്ഞ് അവരുടെ സ്ഥലം വിടും, കൂലിയും വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മൾ കൂലി വാങ്ങിച്ചിട്ട് പോകുന്ന കൂട്ടത്തിലാണോ അതോ പണി കഴിഞ്ഞ് പണിക്കുറവ് തീർന്ന് ജീവനുള്ള കല്ലാകുമോ? ഈ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ വലിയ പരീക്ഷയുടെ മധ്യത്തിൽ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഏലിയാവിൽ നിന്ന് പിരിയേണ്ട അനേക സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിന്റെ കൂടെ തന്നെ വരും. ആ ഒരു ദൃഢവിശ്വാസത്തിൽ നമുക്ക് പോകാമെങ്കിൽ അടുത്ത പെന്തിക്കോസ്തിയെങ്കിലും നമ്മുടേതായി തീരും. ആ പെന്തിക്കോസ്തിയുടെ അനുഭവത്തിൽ യേശു രണ്ടാമതൊരു മധ്യാകാശത്തിലേക്ക് പറക്കാൻ സാധിക്കണമെങ്കിൽ ഞെരുക്കത്തെ ചിറകാക്കി മാറ്റാൻ സാധിക്കുന്ന വിശ്വാസവും പ്രത്യാശ ദൈവസ്നേഹം വേണം. അത് വേണ്ടിയവർക്ക് വേണ്ടി ഇപ്പോൾ ബാങ്കിൽ നിന്ന് കടം ലോണായിട്ട് തരാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന തുടരുകയാണ്. മാതാവും അന്ന് പെന്തിക്കോസ്തി പെരുന്നാൾ കാത്തിരുന്ന 120 പേർക്ക് നേതൃത്വം കൊടുത്ത മാതാവിനും ഈ എലീശായുടെ അതേ മനോഭാവമായിരുന്നു. ആ മനോഭാവത്തിൽ യേശുവിനേക്കാൾ എനിക്ക് ഒന്നും വേണ്ട, എല്ലാം നിനക്ക് വേണ്ടി, ആ മനോഭാവത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനും വേല തയ്ക്കാനും സഹായിക്കുന്നവർക്ക് വേണ്ടി മാതാവിന്റെ വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും എല്ലാ സഹായം തേടിക്കൊണ്ട് ധൂപപ്രാർത്ഥന തുടരുകയാണ്. സ്വീകരണം കിട്ടിയ സന്ദേശങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങനെ എലീശായ്ക്ക് നയമാന്റെ കുഷ്ഠം മാറ്റി ആ അന്യദേവനെ ആരാധിച്ച ഒരാളെ ദൈവത്തെ മാത്രം, സത്യദൈവത്തെ മാത്രം ആരാധിക്കുന്ന ആളാക്കി മാറ്റുവാൻ തൻ്റെ പ്രവചന നല്ലവരും ഉപയോഗിച്ച് ദൈവനാമം മോത്തപ്പെടുത്തുവാൻ പറ്റിയ തരത്തിൽ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുവാനും അത് ആ രാജ്യത്ത് മുഴുവൻ ദൈവനാമം മോത്തപ്പെടാൻ ഇടയാക്കിയതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് യേശുവിൻ്റെ നാമം ഉയർത്തി കാണിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ യേശു ക്രിസ്തുവിനെ കൈകൊണ്ടുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ഞങ്ങൾ ഉപയോഗിച്ച് ആ അഭിഷേകം ജ്വലിപ്പിച്ചിട്ട് ആ അഭിഷേകം ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെയും സത്യത്തെയും തിരിച്ചറിഞ്ഞ് അനേക ദൈവത്തിലേക്ക് ആകർഷിച്ച് കർത്താവിൻ്റെ വേല തയ്പ്പാൻ എല്ലാ ജാതി മതസ്ഥരും കർത്താവിനെ അറിയുന്നവരെയും കർത്താവിനെ രണ്ടാമതേവരും മാറ്റിവെച്ചിരിക്കുന്ന ഈ കൃപായുഗത്തിൽ ഞങ്ങൾ മുഖാന്തരം ഈ ഇന്ത്യയിലുള്ളവർ മുഴുവൻ യേശുവിനെ കാണുമെന്നപ്പോൾ തോമാസ്ലിയ തുടങ്ങി വെച്ചതായ സുവിശേഷ വേല പൂർത്തീകരിപ്പാൻ സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിക്കപ്പെടുവാൻ മാമസാൽ ഞങ്ങൾ ചെയ്ത പ്രതിജ്ഞ പുതുക്കി ജന്മസാവലിയുടേവൻ ഇനി വരുന്നതായ 3 നോയമ്പ്, 50 നോയമ്പ്, അതിനുശേഷം ഉയർപ്പ് പെരുന്നാൾ, പിന്നെ വരുന്ന സ്വകാരണ പെരുന്നാളിന് ശേഷം വരുന്ന പെന്തിക്കോസ്തി പെരുന്നാൾ ഞങ്ങളുടേതായ ജന്മസാവലിയുടേവൻ സഹായിക്കണമെന്ന് യേശുവിനെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിട്ട് തന്നെ.